അങ്ങനെ നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു കൊച്ചു സംരംഭകയാണ്, മരിയേൽ സൂസൻ അലക്സാണ്ടർ. പ്രായം കൊണ്ട് മാത്രമാണ് ചെറുത്, ചിന്തകൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഒക്കെ വലിയ ആളാണ് മരിയേൽ. സ്വാഗതം മരിയേൽ ന്യൂസ് 3ലേക്ക്. അപ്പം മരിയേലിനെ കുറിച്ച് അറിയാത്തവർക്കായിട്ട് ഞാനൊരു ഇൻട്രോ പറയാം. മരിയേൽ സംരംഭം എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഒരു അധ്യയന വർഷം, പുതിയൊരു അധ്യയന വർഷത്തിലേക്ക്, ഒരു അധ്യയന വർഷത്തിന്റെ അവസാനമായിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആളുകളൊക്കെ പരീക്ഷ എഴുതി ഇപ്പോൾ നല്ല മൂഡിലേക്ക് പോയിരിക്കുകയാണ്, ഒരു അവധി മൂഡിലേക്ക് പോയിരിക്കുകയാണ്. ഇനി നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ, പുതിയ അധ്യയന വർഷം വരുമ്പോൾ നമ്മളെല്ലാവരും അയ്യോ എന്ന് പറഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു കാര്യം ബുക്ക് പൊതിയലാണ്, അല്ലേ? പുതിയ പുസ്തകമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ എല്ലാം നല്ല പുറംചട്ടയൊക്കെ ഇട്ട് ഗംഭീരമാക്കി ബ്രൗൺ പേപ്പറൊക്കെ ഇട്ട് പൊതിയുന്നവരാണ് നമ്മൾ. പക്ഷെ അതൊരു നല്ല പണിയാണ്. അപ്പോൾ ആ പണി വളരെ എളുപ്പമാക്കാനായിട്ട് ഒരു ഐഡിയ ആയിട്ടാണ് മരിയേൽ വന്നത്. ആ ഐഡിയ വിജയിക്കുകയും ചെയ്തു. മരിയേൽ പറയൂ, എങ്ങനെയായിരുന്നു ആ ആശയം വന്നത്? പ്രേക്ഷകരോട് പറയൂ. അപ്പം ഇത് എല്ലാ വീട്ടിലും ഉള്ള ഒരു ചടങ്ങ് തന്നെയാണല്ലോ, നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും എടുക്കുക, കവർ ചെയ്യുക എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ നമ്മൾ 3 പിള്ളേരാണ്, എനിക്ക് 2 അനിയത്തിമാരും കൂടെ ഉണ്ട്. സോ അപ്പം മൊത്തം കവർ ചെയ്തിരുന്ന അമ്മയായിരുന്നു. പിന്നെ അവസാനം എല്ലാ വർഷങ്ങളായിട്ട് കവർ ചെയ്ത് പിന്നെ അവസാനം അമ്മയ്ക്ക് മതിയായി, മടുത്തു. അപ്പം അമ്മ പറഞ്ഞു തനിയെ കവർ ചെയ്യാൻ, എൻ്റെതെങ്കിലും തനിയെ കവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കവർ ചെയ്യാൻ തുടങ്ങിയപ്പം ആണ് ഞാൻ അറിയുന്നത് ഇത്ര പാടാണെന്നും എത്ര സമയം എടുക്കുമെന്നും. എനിക്കിത് നേരെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഞാൻ കുറേ വേസ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ ആലോചിച്ചു, യൂഷ്വലി ഇങ്ങനത്തെ എന്തെങ്കിലും പാടായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ദർസ് ഓൾവേസ് ഒരു ഈസിയർ ഓപ്ഷൻ. സോ അങ്ങനെ കാണും എന്ന് വിചാരിച്ചിട്ട് ഞാനാണെങ്കിൽ ആമസോണിലും അങ്ങനെയൊക്കെ ഞാൻ സെർച്ച് ചെയ്തൊക്കെ നോക്കി. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അത്ര വലിയ ഓൾട്ടർനേറ്റീവ് ഒന്നുമില്ല, ചെറിയ ചേഞ്ചസ് ഉള്ള, ഭയങ്കര ഈസി അല്ലാത്തതായിട്ട് കുറച്ച് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. പക്ഷെ അങ്ങനെ വലുതായിട്ട് ചേഞ്ചസ് ഒന്നുമില്ല. അപ്പം ഞാൻ ഇത് ചെന്നിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ എന്താ ഒന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്യാൻ പോയത്. അമ്മ സംരംഭകയാണ്. ഷീ ഹാസ് ഹർ ഓൺ സ്റ്റാർട്ടപ്പ്, ബൈലൻ മെഡ്ടെക്. മെഡിക്കൽ ടെക്നോളജിയിലാണ് അമ്മ സ്പെഷ്യലി ചെയ്യുന്നത്. അപ്പം ഷീസ് വെരി സപ്പോർട്ടീവ് ഓഫ് ഓൾ മൈ ഐഡിയാസ് ആൻഡ് സെസ് തനിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ്. സോ അമ്മ പറഞ്ഞു, തനിയെ എന്തെങ്കിലും തനിയെ കണ്ടുപിടിച്ച പ്രോഡക്റ്റ് അല്ലേ, ഐ മീൻ പ്രോബ്ലം അല്ലേ, തനിയെ ഒരു ഐഡിയ കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നപ്പം ഈ കേക്ക് ബോക്സസ് ഇല്ലേ, അതെന്ന് പറഞ്ഞാൽ ഒരു കേക്ക് എടുത്ത് ഒരു ബോക്സ്, ആ ബോക്സിനകത്ത് വെക്കുക, അതിന് ചുറ്റും റാപ്പ് ചെയ്ത് കവർ ചെയ്ത് വെക്കുക, ടക്കിൻ ചെയ്ത് വെക്കുക. വലിയ കട്ടിങ്ങോ പേസ്റ്റിങ്ങോ അങ്ങനെയൊന്നുമില്ല. സോ ഐ തോട്ട് ഈ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സിനും ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു നോട്ട്ബുക്ക് എടുത്ത് അകത്ത് വെക്കുക, അടച്ചു വെക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തൊരു ഈസി ആയിരിക്കും. എത്ര പാരൻസിൻ്റെയും എത്ര സ്റ്റുഡൻസിൻ്റെയും പ്രോബ്ലം കംപ്ലീറ്റ്ലി സോൾവ് ആവും. സോ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഞാൻ ഡിസൈൻസ് ഒക്കെ വരച്ചു, എങ്ങനെ ഇരിക്കാൻ പറ്റും. 2-3 സൈസസിന് വേണ്ടി വരച്ചു. എന്നിട്ട് ഞാൻ അമ്മയ്ക്ക് കൊണ്ടേ കാണിച്ചു. അമ്മ ഇത് പ്രോത്സാഹിച്ചു, അച്ഛനും അമ്മയും രണ്ടുപേരും പ്രോത്സാഹിച്ചു. പിന്നെ അമ്മയുടെ കമ്പനി ബൈലൻ മെഡ്ടെക് ഇതിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയൊക്കെ നമ്മൾ തുടങ്ങി, ഐഡിയാസും ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഒരു പ്രോബ്ലം വരുന്നത്. ഈ നോട്ട്ബുക്ക് കവേഴ്സിൻ്റെ പുറത്ത്, റോൾ പേപ്പറിൻ്റെ പുറത്തെല്ലാം പ്ലാസ്റ്റിക് കോട്ടഡ് ആണ്. ഇത് വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയാണ് പ്ലാസ്റ്റിക് കോട്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്കും ഇത് ജൂൺ മാസത്തില് സ്കൂൾ തുറന്നു പോകുമ്പോൾ എന്തായാലും മഴയായിരിക്കും, നമ്മുടെ ബാഗ് നനയും, അല്ലെ? അപ്പൊ അത് പേപ്പർ പ്ലാസ്റ്റിക് വേണമല്ലോ. വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ എൻവയൺമെന്റൽ ഡാമേജ് വി ഓൾ നോ, നമുക്ക് എല്ലാം അറിയുന്നതാണ്. ഇതൊരു ടെമ്പററി സംഭവമാണ്. ഒന്നോ രണ്ടോ വർഷം മാത്രമേ ഈ നോട്ട്ബുക്ക് കവർ എൻ്റെ പുറത്തിരിക്കത്തുള്ളൂ. പിന്നെ വേറെ ഇത് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ വി ഫൗണ്ട് ദാറ്റ് ഈ കെമിക്കൽസ് യൂസ് ഫോർ പ്ലാസ്റ്റിക്, ഈ കോട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിനകത്ത് എൻഡോക്രൈൻ ഹോർമോണൽ ഡിസ്ട്രപ്റ്റേഴ്സ് ആണ്. സോ കുട്ടികളുടെ ഗ്രോത്തിലും ഹോർമോണൽ ഇഷ്യൂസിനൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ഫാക്ടർ ആകാം. ആൻഡ് എവറി ഡേ ഫോർ മേ ബി 10 years, ഒരു 5 വയസ്സ് തൊട്ട് 15 വയസ്സ് വരെ വി ആർ യൂസിങ് ഈ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്സും എവറി ഡേ. സോ ഒരു കുട്ടി ഇത് എല്ലാ ദിവസവും ഇത് കോൺടാക്റ്റിൽ വരുന്നു. അപ്പം ഇത് ഹെൽത്ത് ഇഷ്യൂവിന് വേണ്ടി ആകാൻ ചാൻസ് ഇല്ല. ആൻഡ് എവറിത്തിങ് നമ്മൾ സ്കൂളിലുള്ള പ്രോഡക്ട്സ് ലൈക്ക് കുപ്പികൾ, വാട്ടർ ബോട്ടിൽസ്, ടിഫിൻ ബോക്സസ്, നമ്മളെല്ലാം സ്റ്റീലിലോട്ടും ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിലോട്ടായി. സോ വൈ നോട്ട് നമ്മുടെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഈ നോട്ട്ബുക്സിനകത്ത് പ്ലാസ്റ്റിക് മാറ്റുന്നില്ല എന്നാലോചിച്ച് അങ്ങനെ നമ്മളിങ്ങനെ ഇച്ചിരി ഈക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആക്കാൻ പറ്റുമോ എന്ന് നോക്കി വന്നപ്പോഴാണ് നമ്മൾ വർസിയ ഇക്കോ സൊല്യൂഷൻസ് എന്ന് പറയുന്നൊരു സ്റ്റാർട്ടപ്പിനെ
മീറ്റ് ചെയ്യുന്നത്. സോ അവർ ബയോഡിഗ്രേഡബിൾ പ്രോഡക്ട്സിന് വേണ്ടി ചെയ്യുന്നതാണ്. ആൻഡ് അവർക്കൊരു പേറ്റൻറ്റഡ് ടെക്നോളജി ഉണ്ട്, ഒരു ബയോ കോട്ടിങ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ പ്ലാന്റ് ഓയിൽസ്. ഈ പ്ലാന്റ് ഒരു സ്പ്രേ ആയിട്ടാണ് വരുന്നത്. ഈ IRCTCയിലും റെയിൽവേ ഫുഡ് പ്രോഡക്ട്സിനകത്ത് ഈ പാത്രം ഫുഡ് പ്ലേറ്റ്സിലും കപ്സിലും ഒക്കെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കോട്ടഡ് ആണ് യൂഷ്വലി. സോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ ചൂട് വെള്ളം അല്ലെങ്കിൽ ചൂട് ഭക്ഷണം വെക്കുമ്പോൾ ഇത് പ്ലാസ്റ്റിക് മെൽറ്റ് ചെയ്യാൻ തന്നെ ചെയ്യും, അത് നമ്മളത് കൺസ്യൂം ചെയ്യും. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവർ അത് ഇവരുടെ ബയോ കോട്ടിങ് സ്പ്രേ ചെയ്ത് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. സോ നമ്മൾ ആലോചിച്ചു എന്തായാലും ഇതൊരു സ്പ്രേ ആണ്, ബയോ കോട്ടിങ് ആണ്, ആൻഡ് ഇത് വാട്ടർ പ്രൂഫ് ആക്കും. സോ നമുക്ക് എന്തുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങി. ആൻഡ് ഈ നമ്മുടെ ഐഡിയയിൽ നമ്മളിത് ആഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഈസ് റാപ്പ് വരുന്നത്. ഇതിൻ്റെ സൈഡ്സ് നോട്ട്ബുക്ക് കവേഴ്സ് ആണ്. സൈഡ്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്, കട്ട് ആൻഡ് ഡിഫൈൻഡ് ആണ്. സോ ഓൾ യു ഹാവ് ടു ഡു ഇസ് ഒരു നോട്ട്ബുക്ക് ടെക്സ്റ്റ് ബുക്ക് അകത്തോട്ട് എടുത്ത് വയ്ക്കുക, സൈഡ്സ് ചുറ്റും മടക്കുക എന്നേ ഉള്ളൂ. 30 സെക്കൻഡ്സിനുള്ളിൽ ഒരു നോട്ട്ബുക്ക് കവർ ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു ഒരു 5 to 10 minutes. ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബയോഡിഗ്രേഡബിൾ. ഒരു അംശം പോലും പ്ലാസ്റ്റിക് ഇല്ല, ഇക്കോ ഫ്രണ്ട്ലി ആണ്. ആൻഡ് ഇതിന്റെ ഇമ്പാക്ട് അടിപൊളിയാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പോൾ കേക്ക് ഞാനും കഴിച്ചിട്ടുണ്ട്, ഈ പറഞ്ഞ പോലെ ആ പാക്കറ്റ് ഞാനും കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് തോന്നിയില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസവും. അപ്പോൾ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതിനെ കുറിച്ച് പറയും. എവിടെയാണ് പഠിച്ചത്? ഈ അമ്മ തന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലോ. അമ്മ ചെന്ന് ചോദിച്ചപ്പോൾ അമ്മ അതിനൊരു ഐഡിയ പറഞ്ഞു തരാതെ സ്വന്തമായിട്ടല്ലേ തോന്നിയത് ഈ പ്രോബ്ലം, അപ്പോൾ അത് സോൾവ് ചെയ്യുന്നതും സ്വന്തമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞെടുത്താണ് ഒരു കുഞ്ഞു സംരംഭക ഉണ്ടാകുന്നത്. അപ്പോൾ ആരൊക്കെയാണ് സപ്പോർട്ട്? പിന്നെ പഠിക്കുന്നത്, സ്കൂള്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എല്ലാം പറയൂ. ഞാൻ കഴക്കൂട്ടം സെൻറ് തോമസ് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻ്റാണ്. ഗ്രേഡ് 10ലാണ് ഇപ്പം ഞാൻ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ആദ്യം ഇത് പോയി പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ അടുത്ത ക്ലോസ് ഗ്രൂപ്പ് ഫ്രണ്ട്സ് അവരുടെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. അവർ പറഞ്ഞു ഇത് വലിയൊരു ഇഷ്യൂ ആണോ, ചെറിയ കോട്ടിംഗ് അല്ലേ ഉള്ളൂ പ്ലാസ്റ്റിക് ഈ നോട്ട്ബുക്കിൻ്റെ പുറത്തൊക്കെ, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, കഷ്ടപ്പാടാണ്, എന്നാലും നല്ല ഐഡിയ ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിത് കണ്ടുപിടിച്ചതാണ്. 1000 സ്റ്റുഡൻസ് ഈ പ്ലാസ്റ്റിക് റോൾസ് ഉപയോഗിച്ചിട്ട് അവരുടെ നോട്ട്ബുക്ക് കവറാണ്. ഈ 5 to 6 kilograms ഓഫ് പ്ലാസ്റ്റിക് ആണ് ഉപയോഗിക്കുന്നത് എൻവയൺമെൻറ്റിനെ വരുന്നത്. സോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ കുറച്ച് ഞെട്ടി. എന്നിട്ട് പിന്നെ അവസാനം അവർ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരാണെങ്കിൽ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അവസാനം പ്രോഡക്റ്റ് എത്തിയപ്പം ദേ സപ്പോർട്ടഡ് മീ. പിന്നെ എൻ്റെ പേരൻസ് ദ മോസ്റ്റ് സപ്പോർട്ടീവ്, ദ വെരി സപ്പോർട്ടീവ്. എൻ്റെ അമ്മ ഞാൻ പറഞ്ഞ പോലെ സംരംഭകയാണ്. സോ ഷീ ഹെൽപ്പ് മീ. ഈ അമ്മയുടെ കമ്പനി തന്നെ ബൈലിൻ മെഡ്ടെക്, അവരായിരുന്നു ഈ പ്രോഡക്റ്റ് ഡിസൈനെ ആക്ച്വലി കൊണ്ടുവരാൻ, ഒരു പ്രോഡക്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത്. ഒരു ഐഡിയ ആയിട്ട് തന്നെ ഇരിക്കും, പ്രോഡക്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തത് ബൈലിൻ മെഡ്ടെക് ആയിരുന്നു. ആ ടീമും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ദം. പിന്നെ എൻ്റെ പേരൻസ്, മൈ സിസ്റ്റേഴ്സ്, അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല, എന്നാലും ഇപ്പൊ ആരാണ് ഇപ്പൊ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണോ പൊതിയലൊക്കെ? അത് ആരാ ചെയ്യുന്നത്? ചെറിയ അവർക്ക് തന്നെ ചെയ്യാവുന്ന പോലെ ആയി അല്ലേ? ചെറിയ കുട്ടിക്ക് പോലും ചെയ്യാം. ഒരു ചെറിയ കുട്ടി അല്ലെങ്കിൽ വിഷ്വലി ഇംപയർഡ് സ്റ്റുഡൻസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. സൈഡ്സ് എല്ലാം ഡിഫൈൻഡ് ആണ്, കട്ടിംഗ് ഒന്നും ഇല്ല ഇതിനകത്ത്. ജസ്റ്റ് ഡയറക്റ്റ്ലി ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക, കവർ ചെയ്യുക. ആൻഡ് വീട്ടില് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അമ്മ തന്നെയാ കവർ ചെയ്യുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് വർക്ക് അത് കണ്ടുപിടിച്ചെങ്കിലും അമ്മ തന്നെയാണ് ഇപ്പോഴും കവർ ചെയ്യുന്നത്. കണ്ടുപിടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇനി അമ്മക്ക് ഈസി ആക്കിയിട്ടുണ്ട് അല്ലേ കാര്യങ്ങളൊക്കെ, അല്ലേ? നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഒരു ബിസിനസ് വുമൻ അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ബിസിനസ് വുമനോട് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കച്ചവടമൊക്കെ ഇപ്പം എങ്ങനെ നടക്കുന്നു? ആരൊക്കെയാണ് ഉപഭോക്താക്കൾ, കസ്റ്റമേഴ്സൊക്കെ ആരൊക്കെയാണ്, എങ്ങനെ പോകുന്നു? ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി ആൻഡ് ലോഞ്ച് മവാസോയിൽ വെച്ചായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് പ്രൊഡക്ഷനായി മാർക്കറ്റിംഗ് നമ്മുടെ കമ്പനി തന്നെയായിരുന്നു ചെയ്യുന്നത്. ആൻഡ് ഇപ്പം സ്കൂൾസിൽ, പ്രൈവറ്റ് സ്കൂൾസിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഗുഡ് ഷെപ്പേർഡിലും MGMലും അങ്ങനെ ചിന്മയിലെ കുറച്ച് സ്കൂൾസിൽ ഇങ്ങനെ സ്കൂൾസ് ഡയറക്റ്റ്ലി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസും ടീച്ചേഴ്സും പ്രീ ഓർഡർ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ഒരു പർട്ടിക്കുലർ സം തന്നിട്ട് നമ്മളാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രോഡക്റ്റ് റെഡിയാക്കി കൊടുക്കും, അവർക്ക് കൊടുക്കും, ഡയറക്റ്റ്ലി കൊടുക്കുന്നുണ്ട്. പിന്നെ സ്റ്റേഷനറി ഷോപ്സും ആമസോണിലും ഒക്കെ സൂൺ നമ്മൾ കൊടുക്കും. പിന്നെ നമുക്കൊരു വെബ്സൈറ്റും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, അതിനകത്തും സൂൺ കൊടുക്കും.
അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. പിന്നെ അതെ, അപ്പൊ നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളും നമുക്ക് കൂടുതൽ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെന്തായാലും കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരില്ലേ എന്ന് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നില്ലേ? അപ്പൊ അവർക്ക് വാങ്ങണമെങ്കിൽ അവരിങ്ങനെ ആലോചിക്കും. ആദ്യം നമ്മൾ ചിന്തിക്കാതായിരിക്കും ഇതിന് എത്ര രൂപയായിരിക്കും, അപ്പൊ അതിന്റെ ഇത് എത്ര രൂപയാണെന്ന് കൂടി ഒന്ന് പറഞ്ഞേക്കൂ. ഇത് 3 സൈസിലാണ് വരുന്നത്. സ്മോൾ നോട്ട്ബുക്കിന്റെ സൈസ്, ഒരു മീഡിയം സൈസ്, അത് ടെക്സ്റ്റ് ബുക്സിനും ചില ടെക്സ്റ്റ് ബുക്സിനും പറ്റും. പിന്നെ ഒരു ലാർജ് ടെക്സ്റ്റ് ബുക്ക് സൈസ്. ഇത് CBSE ICSE സ്റ്റേറ്റ് സിലബസിൽ ചെന്നിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടാണ്. സോ മോസ്റ്റ് ടെക്സ്റ്റ് ബുക്സിന് ഫിറ്റ് ചെയ്യും. ഇതിന്റെ സൈസ് 8, 9, 10 എന്നാണ് നമ്മൾ 8, 9, 10 റുപ്പീസ് എന്നായിട്ടാണ് വെച്ചിരിക്കുന്നത്. പ്ലസ് GST കാണും. അപ്പം ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇത് ഓക്കെ ഒരെണ്ണത്തിന് ഇത്രയും പ്രൈസാണ്. ആക്ച്വലി 90 to 110 റുപ്പീസാണ് ഒരു റോൾ പേപ്പർ, റെഗുലർ റോൾ പേപ്പറിന് തന്നെ എടുക്കുന്നത്. ആൻഡ് ഇത് വെച്ചിട്ട് അറൌണ്ട് 8 to 10 ബുക്സേ പറ്റത്തുള്ളൂ. സോ അറൌണ്ട് 10 to 12 റുപ്പീസ് തന്നെയാണ് ഒരു നോട്ട്ബുക്ക് കവർ ചെയ്യാൻ തന്നെ എടുക്കുന്നത്, റെഗുലർ റോൾ പേപ്പർ വെച്ച്. പ്ലസ് യുവർ എഫേർട്ട്, യുവർ ടൈം, സ്റ്റിൽ പ്ലാസ്റ്റിക് ആണ്. സോ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു കമ്പാരബിൾ റേറ്റിലാണ് ഇത് പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റിയത്. സോ ആഹാ, എന്ത് മനോഹരമായി പറയുമ്പോൾ അത് എൻ്റെ പ്രോഡക്റ്റ് എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങണം എന്നുള്ളത് ഇതിലും മനോഹരമായി ഇനി അവതരിപ്പിക്കാൻ പറ്റില്ല. എൻ്റെ മരിയലെ ഗംഭീരം എന്നല്ലാതൊന്നും പറയാനില്ല. മറ്റൊരു കാര്യം, ലോഞ്ചിനെ കുറിച്ചൊന്നും പറഞ്ഞു പോയി. ലോഞ്ച് വളരെ ഗംഭീരമായിരുന്നു. നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസ് ആയിരുന്നു, ഒപ്പം ബെന്യാമിനും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയൂ, ആ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? മവാസോയിൽ പോകാൻ പറ്റിയത് ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ അമ്മ ഈ സ്റ്റാർട്ടപ്പ് ഇവൻറ്റ്സിലൊക്കെ പോകുന്നത് കേട്ടിട്ടേ ഉള്ളൂ. അമ്മ ഇങ്ങനെ പോവും, ഇങ്ങനെ അതൊക്കെ ചെയ്തു. ഐ വാണ്ടഡ് ടു ഗോ. പക്ഷെ ഞാൻ ഇത്രയും പെട്ടെന്ന് ലൈക്ക് അറ്റ് എ യങ് ഏജ് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. സോ അവിടെ ചെന്നു, ഐ സോ ഓൾ ദീസ് കുഞ്ഞ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് എവ്രി വൺ. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് സംഭവം. ആൻഡ് അവിടെ ഒരു സ്പീക്കർ ആവാനും എന്താ തനിയെ അവിടെ പോയി പ്രസൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഗ്രേറ്റ്. ആൻഡ് ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ ദറ്റ് ഒരു മിനിസ്റ്റർ, എസ്പെഷ്യലി ഓണറബിൾ റിയാസ് സർ ചെയ്യാൻ പറ്റിയതും. പിന്നെ ബെന്യാമിൻ സാറിനെ ഞാൻ 2-3 വർഷം മുമ്പ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സോ സാറ് തന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. സോ സാറ് തന്നെ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് വാസ് ഗ്രേറ്റ്. മരിയൽ, നമുക്ക് ചെറുപ്പത്തിലെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പല രീതിയിലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ടല്ലോ. മരിയലിൻ്റെ ഇതുവരെയുള്ള 10ാം ക്ലാസ് വരെയുള്ള ഈ പഠനത്തിൽ എന്തൊക്കെ മത്സരങ്ങളിലാണ് പങ്കെടുക്കുക? ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഓരോ ഇപ്പം സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് ക്ലബിൻ്റെ ഒക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഓരോ എക്സിബിഷനൊക്കെ ഓരോന്നൊക്കെ ഉണ്ടായിക്കൊണ്ടൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നേരത്തെ ചെയ്തിരുന്നോ? ഈ ഐഡിയാസ് ഒരുപാടുള്ള ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുക, അതിന് നേരത്തെ ഇങ്ങനെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഞാൻ സ്കൂളിൽ ക്ലബ്സ് ഇച്ചിരി പുതിയ സ്കൂളാണ് നമ്മുടേത്. ഒരു 10 വർഷം 12 വർഷം മാത്രമേ ഒരു ബ്രാഞ്ചാണ്. സോ അപ്പം ക്ലബ്സ് കുറച്ച് കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഞാനൊരു മാസ് മീഡിയ എന്ന് പറയുന്നൊരു ക്ലബിൻ്റെ ഭാഗമായിരുന്നു. അപ്പം വി മെയ്ഡ് ഒരു ഷോർട്ട് ഫിലിം. വി സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ഒരു ഷോർട്ട് ഫിലിമിൽ ആക്ട് ചെയ്യാൻ പറ്റി, and അതിന് ഐഡിയാസ് കൊടുക്കാൻ പറ്റി. സോ അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. പിന്നെ ഞാൻ എന്തിനെ കുറിച്ചായിരുന്നു ഷോർട്ട് ഫിലിം ചെയ്തത്? അത് ഒരു കുട്ടികൾ ഒരു പ്രേത സിനിമ പോലെയാണ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഇറ്റ്സ് എ കോമഡി ഹൊറർ വൈബ്. തീർന്നിട്ടില്ല, we're still shooting it. അതുകൊണ്ട് പറയാൻ പറ്റില്ല അല്ലേ, കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. സിനിമ പുറത്തു വരാതെ നമ്മൾ പറയാൻ പാടില്ല. സ്കൂളിന്റെ യൂട്യൂബ് ചാനലിലെ റിലീസ് ചെയ്യുന്ന ബിഗ് ഡീൽ. എന്നാലും പിന്നെ ഉറപ്പായിട്ട് ആൾക്കാർ കാണട്ടെ. അപ്പൊ നമുക്കൊരു ജസ്റ്റ് ചെറിയ പ്രമോഷനും കൂടി കൊടുക്കാം ഈ ഒരു സമയത്ത്. മരിയലിന് പറ്റുന്ന സമയത്തൊക്കെ പ്രമോഷൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ എന്നിട്ട് എന്തായിരുന്നു അതിനകത്ത് കഥാപാത്രം? എന്താണ്, പ്രേതാണോ? അല്ല, ഞാൻ മെയിൻ ക്യാരക്ടറിന്റെ ഒരു ഫ്രണ്ടാണ്. സോ അങ്ങനെയായിട്ടാ. പിന്നെ അല്ലാതെ ഞാൻ സ്കൂളിലെ മാഗസീനിലും എഴുതാറുണ്ട്. ഒരു പ്രാവശ്യം സ്റ്റുഡന്റ് എഡിറ്റർ ആയിട്ടുണ്ടായിരുന്നു, എഡിറ്റോറിയൽ ബോർഡിൽ. ലിറ്ററേച്ചർ താല്പര്യമാണോ? ആണോ? എന്തൊക്കെയാണ്, എങ്ങനത്തെ പുസ്തകങ്ങളാണ് വായിക്കുക? ഞാൻ മർഡർ, ആഗത്ത ക്രിസ്റ്റി, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കൂടുതലും വായിക്കുന്നത്. പിന്നെ ഫാന്റസി. എന്ത് ടൈപ്പാണ് പുസ്തകങ്ങൾ എന്നാണ് ഞാൻ ചോദിച്ചത്. മർഡർ, ഫിക്ഷൻ, കൂടുതലും ഫിക്ഷനാണ് വായിക്കുന്നത്. ഫാന്റസി, ത്രില്ലേഴ്സ് ഒക്കെ കൂടുതലും വായിക്കുന്നത്.
എന്തെങ്കിലുമൊക്കെ എഴുതാൻ ശ്രമിക്കാറുണ്ടോ? ഞാൻ കുഞ്ഞിലെ തൊട്ട് എഴുതും. ഒരു ഐ തിങ്ക് 8 വയസ്സ് 9 വയസ്സായപ്പം എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടെ ഒരു ബുക്ക് സീരീസ് എഴുതാന്ന് പറഞ്ഞിട്ട് തുടങ്ങി. ഇപ്പോഴും ഇരിപ്പുണ്ടത്. അപ്പോഴൊക്കെ തുടങ്ങിയതാണ്. ഞാൻ ഹാരി പോട്ടറൊക്കെ വായിച്ചിട്ട് ബുക്ക് എഴുതും, അങ്ങനെ എഡിറ്റ് ചെയ്യും. 2-3 വർഷം കഴിഞ്ഞിട്ട് ഇത് വീണ്ടും കാണും. എന്നിട്ട് ഞാൻ ഗൂഗിൾ ഡ്രൈവിലോട്ട് കയറ്റും. അങ്ങനെ എൻ്റെ കുറേ ഫ്രണ്ട്സും ഇതേപോലെ റൈറ്റേഴ്സാണ്. ബുക്സ് എന്തെങ്കിലും പബ്ലിഷ് ചെയ്യാനായിട്ട് ഇനി ഇരിപ്പുണ്ടോ, അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തതുണ്ടോ? പബ്ലിഷ് ചെയ്യാനുള്ള പരുവത്തിലായിട്ടില്ല. ഇങ്ങനെ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അല്ലേ? ഇത് എല്ലാത്തിനും കൂടി എങ്ങനെ സമയം കിട്ടുക എന്നുള്ളതാണ്. നമുക്ക് പഠിക്കണം, അതിനിടയിൽ ലിറ്ററേച്ചർ, അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഐഡിയാസ്, അതിൻ്റെ ഈ ഒരു ഓൺട്രപ്രണർ എന്നുള്ളൊരു സ്റ്റാറ്റസിലേക്ക് എത്തിയോ? എന്താ മോക്ക് തോന്നുന്നത്? ഇപ്പോഴും ഞാൻ ഇച്ചിരി ഐ ഡോണ്ട് നോ, ഞാൻ ഓൺട്രപ്രണർന്ന് ഐ ഹാവൻ ബിലീവ്ഡ് ഇറ്റ് യെറ്റ്. ബിക്കോസ് എൻ്റെ ഒരു കുഞ്ഞൊരു ഐഡിയ ആയിരുന്നു. ഞാനിത് ഇങ്ങനെ വന്ന് ന്യൂസിൽ പറയുകയോ അങ്ങനെ ലോഞ്ച് ചെയ്യുമെന്നോ അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് തുടങ്ങിയതല്ല. ഞാൻ ജസ്റ്റ് എനിക്കോ എൻ്റെ അമ്മയ്ക്കോ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സംഭവം, ഇങ്ങനൊരു ഐഡിയ ഉണ്ടെങ്കിൽ എടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു. സോ ഇറ്റ്സ് ഗെറ്റിംഗ് റിയൽ ടു മീ. ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് ചെയ്യുന്നു, മവാസോയിൽ ചെയ്യുന്ന ലോഞ്ച് ചെയ്യുന്നതായിരുന്നു വാസ് ദ ബിഗ്ഗസ്റ്റ് ഡീൽ ഓഫ് ഓൾ. സോ I'm getting used to it. It's good. ഞങ്ങൾക്കും ഭയങ്കര അതിശയമാണ് ഇങ്ങനെ ഒരാള്, ഇങ്ങനെ ഒരു കുട്ടി ഇത്രയും ഈ രീതിയിൽ ചിന്തിക്കുക. പ്രത്യേകിച്ച് പറയേണ്ടത് മരിയലിന്റെ അച്ഛനെ അമ്മയാണ് കേട്ടോ, ഈ ഒരു സപ്പോർട്ടിന്. അമ്മയെക്കുറിച്ച് പറഞ്ഞു, അച്ഛനെക്കുറിച്ച് കൂടി പറയൂ. എൻ്റെ അപ്പ ഒരു ഓർത്തഡോണ്ടിസ്റ്റ് ആണ്, ഡോക്ടർ അലക്സാണ്ടർ കെ. സോ അപ്പയാണ് എന്നെ എഴുതാൻ പ്രേരിപ്പിക്കുന്നത്. സോ ഹീ ഓൾസോ റീഡ്സ് എ ലോട്ട്. കുറേ എഴുതും, കുഞ്ഞിലെയൊക്കെ കുറേ കഥയൊക്കെ എഴുതുമായിരുന്നു. എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ എഴുതാനൊക്കെ പ്രേരിപ്പിക്കും. എൻ്റെ ഐഡിയാസിനെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാണ്. ആദ്യം ഞാൻ ഡിസൈനൊക്കെ കാണിച്ചു കൊടുത്തത് അപ്പയ്ക്കല്ല, അമ്മയ്ക്കായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹി വാസ് കംപ്ലീറ്റ്ലി ഓൾ ഇൻ ഫോർ ഇറ്റ്. ഈ പ്രൊമോഷൻ ചെയ്യാനും അങ്ങനെ ഹെൽപ്പ് ചെയ്തതൊക്കെ അപ്പയായിരുന്നു. സോ ദർ ബോത്ത് ഗ്രേറ്റ് പാരൻസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അത് ലോഞ്ച് ചെയ്തു, അതിപ്പോൾ ആളുകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്കൂളുകളുടെയൊക്കെ പേര് പറഞ്ഞു, വലിയ സന്തോഷം. ആ സ്കൂളുകളിലേക്കൊക്കെ എത്തുമ്പോൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങുന്ന രീതിയിൽ കുട്ടികൾ കൂടുതൽ അടുക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് സന്തോഷം. മറ്റൊരു കാര്യം, അതിനെ ഒന്നുകൂടെ പോളിഷ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഇലാബറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഇപ്പോൾ? ആക്ച്വലി നമ്മൾ ഇത് തുടങ്ങിയത്, ഈ പ്രോഡക്റ്റ് ഉള്ളത് ഇസ് മേഡ് അപ്പ് ഓഫ് വെർജിൻ ക്രാഫ്റ്റ് പേപ്പർ. 90 GSM ഉണ്ട്. സോ റെഗുലർ റോൾ പേപ്പറിനെക്കാളും തിക്കറാണ് ആൻഡ് ഇറ്റ്സ് മോർ ഡ്യൂറബിൾ. പക്ഷേ ആദ്യം വി വാണ്ടഡ് ടു കംപ്ലീറ്റ്ലി മേക്ക് ദിസ് ഇൻ ടു എ മോർ സസ്റ്റൈനബിൾ പ്രോഡക്റ്റ്. സോ അങ്ങനെ ലൈക്ക് ഡിഫോറസ്റ്റേഷൻ, പേപ്പർ ഉപയോഗിക്കണ്ട, ഇൻസ്റ്റെഡ് അതർ ഓൾട്ടർനേറ്റീവ്സ് ഉപയോഗിക്കണോ എന്നാണ് വിചാരിച്ചത്. ഫോർ എക്സാമ്പിൾ ഷുഗർ കെയിൻ ബഗാസ്. ഈ ഷുഗർ കെയിൻ പിഴിഞ്ഞ് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് ഒരു ഭാഗം കാണുമല്ലോ, അത് വെച്ച് ആ ഫൈബേഴ്സ് വെച്ചിട്ട് വി ക്യാൻ മേക്ക് പേപ്പർ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ ബാംബു വെച്ചിട്ടോ റിസൈക്കിൾഡ് പേപ്പർ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി. പക്ഷെ അത് കോസ്റ്റ് കൂടും ആൻഡ് ഇത് സ്റ്റുഡൻസിൽ എത്താൻ ചാൻസ് കുറവാകും, ഇച്ചിരി സമയം എടുക്കും ഇത് ഉണ്ടാക്കാനും. സോ അങ്ങനെ നമ്മൾ വിചാരിച്ചു, ഓക്കെ ഇപ്പം നമുക്ക് പേപ്പർ വെച്ച് ചെയ്യാം, ഇവൻച്വലി വി ക്യാൻ ഗോ ഇൻ ടു മോർ സസ്റ്റൈനബിൾ ഓപ്ഷൻസ് എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഒരു ഐഡിയയും കൂടി ഉണ്ടായിരുന്നല്ലോ, ഇത് സർക്കാർ സ്കൂളുകളിലേക്ക് എത്തിക്കാനുള്ള, അതും കൂടി പറയാമോ? സോ ഇത് ഇപ്പം നമ്മൾ പ്രൈവറ്റ് സ്കൂൾസിലും സ്റ്റുഡൻസിനും ഡയറക്റ്റ്ലിയാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, ഓൺലി പ്രൈവറ്റ് സ്കൂൾ സ്റ്റുഡൻസിന് മാത്രം മതിയോ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ്? ഈവൻ ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻസിലും എത്തണം. പക്ഷേ ഗവൺമെൻറ് സ്കൂൾസിൽ ഇത് വിൽക്കാൻ പറ്റില്ല, അവർ വാങ്ങിക്കത്തില്ല, ഗവൺമെൻറ് സ്കൂൾസായിട്ട് വാങ്ങിക്കത്തില്ല. സോ അങ്ങനെ നമ്മൾ വി തോട്ട് വൈ നോട്ട് ഗിവ് ദം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഗവൺമെൻറ് സ്കൂൾ സ്റ്റുഡൻസിലും എത്തിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ആലോചിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻച്വലി എത്തിക്കാൻ. അന്ന് ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, മന്ത്രിയുടെ മുമ്പിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അവസരം കിട്ടിയിരുന്നു അല്ലേ? അന്ന് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ? പിന്നെ ഞാൻ ആദ്യം ഈ സ്റ്റേജിൽ പറയുന്നതിന് മുമ്പ് ഞാൻ സാറിൻ്റെ അടുത്ത് തനിയെ പറഞ്ഞിരുന്നു. അപ്പം സർ വാസ് സപ്പോർട്ടീവ് ഓഫ് ദിസ് ആൻഡ് ഇറ്റ് വാസ് ഗ്രേറ്റ് ഇത് ചെയ്യുന്നതിന് വലുതായിട്ട്.
ഓക്കെ, ലിറ്ററേച്ചർ ഉണ്ടെന്ന് പറഞ്ഞു. ആർട്സിലേക്ക് എന്താണ്, എന്തെങ്കിലും ഉണ്ടോ കോൺട്രിബ്യൂഷൻസ്? പാട്ട്, ഡാൻസ്, അഭിനയം പറഞ്ഞു. ഐ ഡാൻസ് അലോട്ട്. എനിക്ക് ഞാൻ ഹിപ്പ് ഹോപ്പ് ചെയ്യുന്ന ഒരാളാണ്. കുഞ്ഞിലേ തൊട്ട് ഭരതനാട്യമൊക്കെ കളിക്കുമായിരുന്നു. പക്ഷെ ഇവൻച്വലി ഹിപ്പ് ഹോപ്പിലോട്ട് മാറി. ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ആളാണ്? കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളതാ. പക്ഷെ ഇവൻച്വലി ഹിപ്പ് ഹോപ്പിലോട്ട് മാറി. ആൻഡ് ഇപ്പം I like to sing, but I'm not really good at it. So, and I like to draw too, but I'm not good at it. So, അപ്പൊ 10th കഴിഞ്ഞിരിക്കുകയാണ്. അല്ല, 10th പോയതേ ഉള്ളൂ. ഇപ്പൊ 10th അപ്പൊ കൂടുതൽ പഠിത്തത്തിൽ കുറച്ച് സീരിയസ് ആവണം. നമ്മളെപ്പോഴും അച്ഛനും അമ്മയൊക്കെ പറയുന്ന ടേണിംഗ് പോയിന്റ് ആണ് 10th എന്ന് പറഞ്ഞാൽ. നമ്മൾ 12th പറയും 12th ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയും. നമ്മൾ കോളേജിലാവുമ്പോൾ പറയും കോളേജാണ് ടേണിംഗ് പോയിന്റ്, അല്ലേ? അപ്പൊ എന്തായാലും ആദ്യത്തെ ടേണിംഗ് പോയിന്റിലാണ്. അപ്പൊ എന്താണ് അങ്ങനെ ഒരു പ്രഷറൊക്കെ ഉണ്ടോ? ചെറുതായിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ച വാസ് ഓക്കെ. ലൈക്ക് ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ആയപ്പോഴത്തേക്കും പഠിക്കാൻ കൂടി. ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ സാധനങ്ങൾ വന്നു. പിന്നെ നമുക്ക് വെക്കേഷൻ കുറവാണ്, ടൈം കുറവാണ്. ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് വിഷമം. ആൻഡ് ആ സമയത്ത് തന്നെ കുറേ പ്രോജക്ട്സ് ഉണ്ട്, പോർട്ട്ഫോളിയോ ഉണ്ട്. സോ പണ്ടുണ്ടായിരുന്ന അത്രയും ഫ്രീഡം ഒന്നും ഇല്ല. പക്ഷെ അല്ലേ? അപ്പോ നേരത്തെ വെക്കേഷൻ ഇപ്പോഴത്തെ വെക്കേഷൻ തമ്മിൽ കുറച്ച് നല്ല വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും എന്താ ചെയ്യാ? സാധാരണ വീട്ടിലിരിക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യാ? അനിയത്തിമാരുടെ കാര്യം പറഞ്ഞിട്ട് അവരെ കുറിച്ച് കൂടുതൽ പറഞ്ഞില്ല. അവരുടെ എത്ര ഏജ് ഉള്ള കുട്ടികളാണ്? പേരൊക്കെ പറയൂ. അവര് നോക്കിയിരിക്കില്ലേ ഇത് ചേച്ചിയെ ടിവിയിൽ കാണിക്കുമ്പോ? ആയിരിക്കും. അവര് 8th സ്റ്റാൻഡേർഡിലാണ്. അടുത്ത 8th സ്റ്റാൻഡേർഡിലോട്ടാണ്. ട്വിൻസ് ആണ് അവര്. ഇസബൽ മിഷേൽ എന്നാ പേര്. അവര് they were not much into this product, പക്ഷെ eventually okay, this is easy for us എന്ന് പറഞ്ഞിട്ട് they got into this. അപ്പം വെക്കേഷൻ സമയത്ത് നമ്മള് TV കാണും. പക്ഷെ കുറച്ച് നാൾ ഇങ്ങനെ ഒരു സെറ്റിലിംഗ് പീരീഡ്, വെക്കേഷൻ ആയി എന്ന് പറയുന്ന ഒരു സമയത്ത് മൊത്തം TV ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മള് ഞാൻ ബുക്സ് വായിക്കും. സോ ബുക്സിലോട്ടും അങ്ങനെ റൈറ്റിങ്ങിലോട്ടും. യാത്രകളൊക്കെ പോകാൻ ഇഷ്ടമാണോ മരിയലിന്? ആണ്. എനിക്ക് ട്രാവൽ ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. സോ പാരൻസ് ഡോക്ടേഴ്സ് ആണ്. സോ അവര് അങ്ങനെ വലിയ ട്രാവൽ ഒന്നും ഇല്ല. എന്നാലും ഐ ലവ് ട്രാവലിംഗ്. മൈ പാരൻസ് ലൈക്ക് ട്രാവലിംഗ് ടു. ഈ വരുന്ന പ്രോബ്ലംസിനൊക്കെ ഇതുപോലെ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ ലൈഫ് കുറച്ചുകൂടി നല്ലതാവും തോന്നുന്നു. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ടോ? സ്വന്തം പ്രോബ്ലംസ് സ്വന്തമായിട്ട് തന്നെ സോൾവ് ചെയ്ത് പോകാറാണോ പതിവ്? അങ്ങനെ എനിക്ക് തനിയെ ചെയ്യുന്നതാണ് ഇഷ്ടം. പക്ഷെ ഞാൻ യൂഷ്വലി അമ്മയടുത്ത് ചോദിക്കും. എന്നാലും ഞാൻ ഈ പ്രോഡക്റ്റിന് സെയിം കേസിൽ അമ്മ തനിയെ ചെയ്യാൻ പറയും. സോ ഞാൻ അങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. they've not always been perfect, but ഓക്കെ, മരിയലിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ പുതിയ തലമുറയെക്കുറിച്ച്, പുതിയ ന്യൂ ജനറേഷനെ കുറിച്ചൊക്കെ പൊതുവിൽ കുറേ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഫോണിൽ മുഴുകിയിരിക്കുന്ന, ഈ ലോകത്തൊന്നും അല്ലാത്ത കുറേ കുട്ടികളാണ് വളർന്നു വരുന്നതെന്നൊക്കെ പറഞ്ഞു വലിയൊരു നെഗറ്റീവ് ഇങ്ങനെ വരുന്നുണ്ട്. വാർത്തകളൊക്കെ കാണാറുണ്ടോ? അതൊക്കെ കാണുമ്പോൾ എന്താ തോന്നണേ? അത് it's sad that the generation as a whole നശിച്ചു പോകുന്നുണ്ടോ? It's sad and it's sad. I wish we all went into better ways, because we shouldn't be ഒരു full generation ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണമെന്നില്ല. We are not all like that. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഉള്ള സാഹചര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എല്ലാവരും ഡ്രഗ്സിലോട്ടും മൊബൈൽ ഫോൺ അഡിക്ഷൻസിലും ഇങ്ങനത്തെ കുറേ ഇഷ്യൂസിലോട്ട് we are all going into it, and I hope that we all find our ways out and അകപ്പെടാതിരിക്കുന്നതായിരുന്നു നല്ലത്. ഓക്കെ, മരിയലിന് എന്താകാൻ ആഗ്രഹം? ഇപ്പോൾ എന്താകാൻ ആഗ്രഹം എന്ന് മരിയലിനോട് ചോദിക്കാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ തന്നെ ഒരു സംരംഭകയാണ്. എന്താകണം, എന്താണ് ഡ്രീം, എന്താണ് മരിയലിന്റെ? എനിക്ക് ഇപ്പം 2-3 വിഷൻസ് ഉണ്ട്. ഞാൻ എക്സാക്ട്ലി ഡിസൈഡഡ് അല്ല. എന്നാലും എനിക്ക് എൻ്റെ സ്വന്തമായിട്ടൊരു ബ്രാൻഡോ എൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ് വേണമെന്നുള്ളത് ഇറ്റ്സ് ബിൻ ഒരു
dream, being CEO or something like that. But also I have a kind of inclination to doing something like dermatology or law. Law has been an idea. And fashion designing. ആഹാ, അങ്ങനെ ഇപ്പൊ തന്നെ 3 I can't choose really. ഓക്കെ, തീർച്ചയായിട്ടും അതിനുള്ള സമയമാകുന്നതേ ഉള്ളൂ. എന്നാലും ഒരുപാട് ഡ്രീംസ് ഇങ്ങനെ വരട്ടെ, ആ ഡ്രീംസിലോട്ടൊക്കെ എത്താൻ കഴിയട്ടെ. ഭയങ്കര സന്തോഷം പരിചയപ്പെടാൻ പറ്റിയതിൽ, സംസാരിക്കാൻ പറ്റിയതിൽ. എല്ലാവിധ ആശംസകളും ഞങ്ങൾക്ക് അതിഥിയായിട്ട് എത്തിയതിന്. താങ്ക് യു സോ മച്ച്. Thank you. ന്യൂസ് 3 ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.